പൂരത്തിനടി, പെരുന്നാളിനടി, കല്യാണത്തിനടി, ഡി സോണിനും സി സോണിനും അടി. അതിൻ്റെ ഇടയിലാണ് മന്ത്രിനൊരു വെല്ലുവിളി, മന്ത്രി തിരിച്ചൊരു വെല്ലുവിളി. MP രാജേഷിന് വെല്ലുവിളിക്കുകയാണ്. വേണമെങ്കിൽ 3 പേരും വന്നോട്ടെ, വിരോധമില്ല. പക്ഷേ ഈ 2 പേരും ഉണ്ടാവണം. പാലക്കാട് MP-യുമായിട്ട് അദ്ദേഹം സംവാദം നടത്തട്ടെ. സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചു. രണ്ടഭിപ്രായം വന്നാൽ തല്ലി തീർക്കണമെന്ന് പണ്ട് തൊമ്മൻ മക്കളോട് പറഞ്ഞ പോലെ എലപ്പുള്ളിയിൽ വല്ലതൊക്കെ നടക്കും. നോക്കൂ, വ്യവസായ മേഖലയിലല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. അത് നിങ്ങളുടെ ചോദിക്കാൻ അറിയാൻ പാടില്ല. ഇവിടെ നമ്മൾ തമ്മിലൊരു കച്ചവടം നടക്കണമെന്ന് മിണ്ടാണ്ടിരുന്നേ. ഇതൊരു കച്ചവടം, ഞങ്ങൾക്ക് ലാഭകരണ വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കും. നീ ഹോൾസെയിലും ചെയ്യില്ല, റീറ്റെയിലും ചെയ്യില്ല. രാജാ, നീ ചെല്ലാൻ നോക്ക്. ഇന്റർവെല്ലൊന്നും ആയിട്ടില്ല, കള ഒരുങ്ങണുള്ളൂ. MP രാജേഷിന് വെല്ലുവിളിക്കുകയാണ്. ഏതർത്ഥത്തിലുള്ള പരസ്യ വിവാദത്തിനും ഞാൻ തയ്യാറാണ് രാജേഷുമായിട്ട്. നമുക്ക് 24-ലൂടെ ഒരു ചർച്ച വെച്ചാൽ താങ്കൾ പങ്കെടുക്കും? 100% പങ്കെടുക്കും. ഇവിടുന്നാണ് ഇതിന്റെ തുടക്കം. സമരമൊക്കെ തുടങ്ങുന്നതിന്റെ മുന്നേ പരസ്യമായിട്ടൊരു വെല്ലുവിളി. MP റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മന്ത്രിനെ ഒന്ന് വിളിച്ചു നോക്കി. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവുമാണല്ലോ ആദ്യം ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ അവരതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. അപ്പോൾ അവർ സംവാദത്തിന് തയ്യാറാണെങ്കിൽ വരട്ടെ, അതിന് തയ്യാറാണ്. 24 ന്യൂസ് അവരെ സംവാദത്തിന് വിളിച്ചാൽ ഞാൻ വരാൻ തയ്യാറാണ്. എന്റെ സമ്പ്രദായം അതല്ല. തന്റെ സമ്പ്രദായ പ്രകാരം എവിടാ സ്ഥലം, ഞാൻ അവിടെ വരാം. അങ്ങാടിയില് 10 ആള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. പോയി കാഴ്ചക്കാരെ കൂട്ട്, ഞാനെത്താം. മന്ത്രി നേരെ മുന്നത്തെയും ഇപ്പത്തെയും പ്രതിപക്ഷ നേതാക്കൾ വരട്ടേന്നായി. ചെന്നിത്തലയാണല്ലോ ഇതിന് തുടക്കട്ടത്. മൂപ്പര് വരുന്നും കരുതി നമ്മൾ നേരെ മൂപ്പരടുത്തേക്ക് ആളെ വിട്ടു. അദ്ദേഹം എന്നെ എന്തോ സംവാദത്തിന് വിളിച്ചു എന്ന് പറഞ്ഞു. അതെ, നമുക്ക് ഗ്രൗണ്ട് റെഡിയാക്കല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഞാൻ സംവാദത്തിന് PK ശ്രീകണ്ഠൻ MP-യെ നിയോഗിക്കുകയാണ്. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. അത് ശരി, നിങ്ങൾക്ക് നടക്കൂലല്ലേ? കാരണം ശ്രീ രാജേഷിനെ തോൽപ്പിച്ച ആളാണ് VK ശ്രീകണ്ഠൻ, അവിടുത്തെ MP-യാണ്. അദ്ദേഹം തയ്യാറായിട്ടുണ്ട് സംവാദത്തിന്. ആരോപണം ഉന്നയിച്ചിട്ട് ഓടി വിളിക്കുന്നത് ശരിയാണോ? ഇനി എനിക്ക് വേണ്ടി മറ്റേയാൾ വരും എന്ന് പറയുന്നത് ഒരു മര്യാദയാണോ? മന്ത്രി പറയണ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ പകരം ആളിറക്കാണല്ലേ? അയ്യേ, അത് മോശമായിട്ടോ. പാലക്കാട് MP-യുമായിട്ട് അദ്ദേഹം സംവാദം നടത്തട്ടെ. അദ്ദേഹത്തിനാണല്ലോ എന്നേക്കാൾ കുറെ കൂടി ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ഒരാൾ. അത് ശരിയാണ്, ഗ്രൗണ്ട് അറിയണോലാണ് നല്ലത്. അഥവാ തോറ്റാലും ഓടാലോ. അങ്ങനെയാണെങ്കിൽ പാലക്കാട്ടുകാർ തന്നെ നല്ലത്. അപ്പോൾ എങ്ങനെ ഒഴിയാമെന്നതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് 2 പേരും. ആരോപണത്തെക്കുറിച്ച് നമുക്ക് സംവാദമാവാം എന്ന് പറയുമ്പോൾ 2 പേരും പിന്മാറിയാൽ പകരം വേറൊരാൾ വരും എന്ന് പറയുന്നത് മര്യാദയാണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ 3 പേരും വന്നോട്ടെ, വിരോധമില്ല. പക്ഷേ ഈ 2 പേരും ഉണ്ടാവണം. 3 ആളെയാണ് ഒരാൾ ഒറ്റക്ക് വിളിക്കുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ വെല്ലുവിളിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചു. അല്ല, രാജേഷ് മന്ത്രി ഇവിടെ റെഡിയായി നിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് പോരെ മുഖ്യമന്ത്രിനെ വിളിക്കല്? മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. രാജേഷുമായിട്ടുള്ള സംവാദം ഏതായാലും VK ശ്രീകണ്ഠൻ നടത്തുന്നതായിരിക്കും പാലക്കാട് ജനങ്ങൾക്ക് താല്പര്യവും. വൈകണ്ട, തല്ലി പദം വരുത്തണം. കൊളപ്പുള്ളിയും മെറുത്ത് കയറി തോന്നിയാസം കാട്ടാൻ പോലെ ധിക്കാരി ഉണ്ടെങ്കിൽ അത് മാധവന്റെ കൈത്തരപ്പ് മാറ്റാൻ വേണ്ടി ജനിച്ചതാ. ചെല്ലേ, തന്നെ പോലുള്ള ആൺകുട്ടികൾ തന്നെയാ അവനുള്ള പ്രതിവിധി. ധൈര്യമുണ്ട് കേരള. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞ പോലെ മന്ത്രി റെഡിയായി നിൽക്കുമ്പോൾ കളിക്കാരെ മാറ്റിയിറക്കാണ്. 3 ആളുകൾ വന്നാലും റെഡിയാണ് എന്ന് പറയുന്ന MP രാജേഷിൻ്റെ അടുത്തേക്ക് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും പോവോ അതോ ഇനി മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം.